ടി.വി.കെ അധ്യക്ഷൻ വിജയിയുടെ പ്രചാരണ വാഹനം തട്ടിയുള്ള അപകടത്തിൽ കേസെടുത്ത് പോലീസ്. അലക്ഷ്യമായി വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയതിനാണ് കേസെടുത്തത്. കരൂർ അപകടത്തിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. IG അസ്ര ഗാർഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം കരൂരിലേക്ക് തിരിച്ചു. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേർന്നു. റഹീസ്, കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ കോടതിയുടെ പരാമർശങ്ങൾക്ക് ശേഷം കുറച്ചുകൂടി ഊർജിതമായ അന്വേഷണം മുന്നോട്ടേക്ക് പോകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്, പതിയാണെങ്കിലും? ഹാഷ്മി, അന്വേഷണം പതിയെ തന്നെയാണ് നീങ്ങുന്നത്. പക്ഷേ കോടതിയെങ്കിലും കാണിക്കാൻ, ജനങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും കാണിക്കാനൊക്കെ പോലീസ് ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഈ ഘട്ടത്തിലും പറയാൻ കഴിയുള്ളൂ. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ 2 ടി.വി.കെ നേതാക്കൾ ഇപ്പോഴും പുറത്താണ്. അവരെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിനപ്പുറത്തേക്ക് വിജയുടെ വാഹനം പിടിച്ചെടുക്കണമെന്ന് പോലീസ് ഉത്തരവിട്ടു. ഇന്നലെ രാവിലെ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പോലീസ് തുടങ്ങുകയും ചെയ്തു. പക്ഷേ ഇതുവരെയും വാഹനം പിടിച്ചെടുക്കാനുള്ള നടപടികളൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതൊരു മെല്ലെപ്പോക്ക് തന്നെയാണ് എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരും. എന്നാലും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത് അന്ന് ഈ നാമക്കലിൽ നിന്ന് കരൂരിലേക്ക് വരുമ്പോൾ, അപകട ദിവസം രാവിലെ നാമക്കലിൽ പര്യടനം നടത്തി കരൂരിലേക്ക് വരുമ്പോഴാണ് വിജയുടെ വാഹനം തവിട്ടുപാളയം ചെക്ക് പോസ്റ്റിനടുത്ത് വെച്ച് ഇത്തരത്തിലൊരു അപകടത്തിൽ പെടുന്നത്. അത് 2 ബൈക്കുകൾ തമ്മിലിടിച്ച് വിജയുടെ ഈ ഒരു പ്രചാരണ വാഹനത്തിന് ഇടയിലേക്ക് വരികയും ആ പ്രചാരണ വാഹനം ഈ ബൈക്കിന് മുകളിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.